നമുക്കറിയാം, ഇന്ത്യയിൽ നീറ്റ് UG എക്സാം എഴുതുന്നത് 25 ലക്ഷത്തിന് മേലെ പിള്ളേരാണ്. അപ്പോൾ തന്നെ നീറ്റ് UGക്കുള്ളൊരു കോമ്പറ്റീഷനും അതിൽ മിക്കവരും പേരൻസിൻ്റെ നിർബന്ധപ്രകാരം പോകുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ ജീവിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് നമ്മൾ തന്നെ എടുക്കണം. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് MBBS വേണം ഓർ വേണ്ട എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ബാക്കി ഫീൽഡ് പോലല്ല MBBS എടുക്കാമെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. സോ നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. പണ്ടൊക്കെ ഫസ്റ്റ് ഇയറിലും ഫോർത്ത് ഇയറിലുമാണ് നമുക്ക് അക്കാഡമിക് പ്രഷർ കൂടുതലും ഉണ്ടാവുക. 4 യൂണിവേഴ്സിറ്റി എക്സാംസ് ആയിരിക്കും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൽ എക്സാംസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ അതിന് തൊട്ട് ബാക്കിലുള്ള ബാച്ചിലായിരിക്കും നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഫൈനൽ ഇയറിൽ നമ്മൾ എക്സാംസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ തൊട്ട് പുറകിലുള്ള ബാച്ചിൽ നമുക്ക് ഹൗസ് സർജൻസിയിൽ കയറാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ബാച്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ നമ്മളെക്കാളും മുന്നേ പഠിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിൽ തന്നെ ഫൈനൽ ഇയർ എക്സാം ഫൈനൽ ഇയറിൻ്റെ തിയറി മാത്രം പഠിച്ചാൽ ക്ലിയർ ആക്കി പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇനിയുള്ള സിസ്റ്റം മാറുകയാണ്. അതായത് ഫൈനൽ ഇയർ എക്സാമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാംസ് നമുക്ക് വരാൻ പോകുന്നത്. ഈ നെക്സ്റ്റ് എക്സാം 3 ദിവസമായി നടക്കുന്ന 2 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ MCQ ബേസ്ഡ് എക്സാമാണ്, തിയറി എക്സാം അല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ തിയറി എക്സാം ഫൈനൽ ഇയറിൻ്റെ മാത്രം പഠിച്ച് എഴുതിയാൽ പാസ്സാകുമായിരുന്നു. പക്ഷേ നെക്സ്റ്റ് വരുന്നതോടുകൂടി ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെ നമ്മൾ പഠിച്ച എവിടെ നിന്നും MCQs വരാം. അതും കഴിഞ്ഞൊരു പ്രാക്ടിക്കൽ എക്സാമും ക്വാളിഫൈ ആയാൽ മാത്രമേ നമുക്ക് MBBS കിട്ടൂ. സോ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ നമുക്കുള്ള അക്കാഡമിക് പ്രഷർ പണ്ടത്തേനേക്കാളും കൂടുതലായിരിക്കും. കാര്യം ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നെക്സ്റ്റ് എക്സാം മുന്നിൽ കണ്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നീറ്റ് ക്ലിയർ ആക്കാതെ ഫോറിൻ MBBSനെ പറ്റി ആലോചിക്കുന്നവരുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ MBBS അവിടെ പഠിച്ചാലും നാട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ഇത്രയും ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടത്തില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമുക്കത് നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അക്കാഡമിക് പാർട്ട് കഴിഞ്ഞു. ഇനി പറയുന്നത് ഹ്യൂമൻ ഇൻട്രാക്ഷനെ പറ്റിയിട്ടാണ്. ബാക്കിയുള്ള ഫീൽഡ് പോലല്ല, നമ്മൾ ഡെയിലി സ്ട്രേഞ്ചേഴ്സിനെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും നമുക്കൊരു താല്പര്യം വേണം. പിന്നെ ഉള്ളതാണ് സാലറി. ബാക്കിയുള്ള മെഡിക്കൽ കോഴ്സുകളെക്കാളും ഡോക്ടേഴ്സിന് സാലറി ഒബ്വിയസ്ലി കൂടുതലാണ്. MBBS ഡിഗ്രി കൊണ്ട് മാത്രം വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. അതിൽ തന്നെ PSC UPSC പോലുള്ള എക്സാംസ് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പെൻഷൻ കിട്ടി ജീവിക്കാനും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കേരള PSCയുടെ കാര്യമാണെങ്കിൽ ജോലി കിട്ടാൻ നല്ല താമസമാണ്. പക്ഷേ UPSC എഴുതി ക്ലിയർ ചെയ്താൽ വേഗം തന്നെ ജോലി കിട്ടും. അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏതെങ്കിലും റിമോട്ട് ഏരിയാസിൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ നാൾ അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി PG എക്സാംസിൽ നമ്മുടെ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവർ എടുത്തു തരത്തൊന്നുമില്ല. അതിൽ തന്നെ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും ഉണ്ട്. നോൺ ക്ലിനിക്കൽ ആണെങ്കിൽ നമുക്ക് വർക്ക് പ്രഷറും സാലറിയൊക്കെ കുറവായിരിക്കും. പക്ഷേ ക്ലിനിക്കലാണെങ്കിൽ വർക്ക് പ്രഷറും കൂടുതലാണ്, സാലറിയും കൂടുതലാണ്. അവിടെ MBBS 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ ഒരു 5 വർഷം സ്ട്രഗ്ലിംഗ് ആണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊന്ന് സ്റ്റേബിൾ ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നീറ്റിൻ്റെ SS എക്സാം ക്ലിയർ ആക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണ്. അപ്പോൾ നമുക്കുള്ള ഡിമാൻഡ് കൂടുതലാണ്. ഓരോ സർജറിക്കും വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ആഴ്ചയിൽ ചിലപ്പോൾ 2 ഷിഫ്റ്റ് 3 ദിവസം വേണം. 2 ഹോസ്പിറ്റലിൽ നമുക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമുക്ക് കൺസൾട്ടിങ് വേറെ ഇടാം. അപ്പോൾ ഓവറോൾ നമുക്ക് കിട്ടുന്നൊരു സാലറി പെർ മന്ത് എന്ന് പറയുമ്പോൾ ലാക്സിന് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ളതാണ് സ്ട്രെസ്. ബാക്കി ഏത് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും നമ്മുടെ മുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കധികം സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ ജീവനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലാണ്. അതിൻ്റേതായ സ്ട്രെസ്സ് നമുക്കുണ്ട്. വേറെ ഏത് ഫീൽഡിൽ പഠനത്തിൽ നമ്മൾ ഉഴപ്പിയാലും ഇതിൽ ഉഴപ്പിയിട്ട് കാര്യമില്ല. നമ്മൾ ഒപ്പിട്ട് വിടുന്ന ഏതൊരു കേസ് ഷീറ്റും OP ഷീറ്റും എല്ലാത്തിനും നമ്മൾ റെസ്പോൺസിബിളാണ്. അതുകൊണ്ട് തന്നെ
പേഷ്യൻസിന് ഏത് സമയത്തും ഇത് കോർട്ടിൽ ചാലഞ്ച് ചെയ്യാനും നമുക്ക് കോടതിയിലൊക്കെ പോയി കേസിൻ്റെ പുറകെ പോകാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റെസ്പോൺസിബിളായിട്ട് മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റൂ. നീറ്റ് UG എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുള്ളവരാണ്. അതിപ്പോൾ ബെസ്റ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പേഷ്യൻസ് വരുന്ന എണ്ണം കൂടുതലാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന വർക്ക് ലോഡ് കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനേക്കാളും കൂടുതലായതുകൊണ്ട് നമുക്ക് വരുന്ന ക്ലിനിക്കൽ പ്രാക്ടീസ് കാലിക്കറ്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും. സോ ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് ഈ ഫീൽഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നീറ്റ് റിപ്പീറ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പല ഫീൽഡ് എടുത്ത് പോകുന്നുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോർമലായിട്ടൊരു ഡിഗ്രി എടുത്താൽ പോലും PG എടുത്താൽ പോലും നമുക്ക് കോമ്പറ്റീറ്റീവായിട്ടുള്ള കേരള PSC SSC പോലുള്ള എക്സാംസ് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമ്മളെ ഒരു ജോലിയിലേക്ക് അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ MBBS ഡിഗ്രി മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ജീവിച്ചു പോകാം. ബാക്കിയുള്ള ഏത് കോഴ്സ് പഠിച്ചാലും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ആക്കിയേ പറ്റൂ അറ്റ് എനി പോയിൻ്റ് ഓഫ് ലൈഫ്. സോ അതിപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു IAS ഒരു IPS ഓഫീസർ ആവുന്നവർ ചിലപ്പോൾ UPSC എക്സാം 4th or 5th അറ്റംപ്റ്റിലായിരിക്കും ക്ലിയർ ആക്കുന്നത്. പക്ഷേ അവിടെ ആരും അറ്റംപ്റ്റിനെ ചോദ്യം ചെയ്യാറില്ല. കാരണം അവർക്ക് വിശ്വാസമൊക്കെ ഇത് ക്ലിയർ ആക്കിയ ജോലിയാണ്. ഒബ്വിയസ്ലി നിങ്ങൾ MBBSലോട്ട് കയറിക്കഴിഞ്ഞാലേ നിങ്ങളുടെ ജോലി സാധ്യതയിലാണ് നിങ്ങൾ കയറുന്നത്. ലൈക്ക് ഇത് പ്രൊഫഷണൽ കോഴ്സാണ്, പഠിച്ചിറങ്ങിയാലേ നിങ്ങൾക്ക് ജോലിയാണ്. ഒന്നും അല്ലെങ്കിലും വീട്ടിലൊരു ക്ലിനിക്ക് ഇട്ടിരുന്നാൽ പോലും നമ്മളെ തേടി ആൾക്കാർ വരും. ഇപ്പോൾ തന്നെ ഒരു നോർമൽ കൺസൾട്ടിങ്ങിന് 400 രൂപയാണ് ഫീസ്. സോ ഇൻ ഫ്യൂച്ചർ അതൊരു 500 രൂപയെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിത്തിൻ എ ടൈം ഓഫ് 10 minutes നിങ്ങൾക്ക് 500 രൂപ കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാം ഒരേ സമയത്തല്ല ജനിക്കുന്നത്, ഒരേ സമയത്തല്ല മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നേരത്തെ കിട്ടി എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല, അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിയലി ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലൈഫ് നിങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. ബാക്കി ആരും നമ്മുടെ കൂടെ കുറച്ച് നാൾ കഴിയുമ്പം കാണില്ല. സോ തിങ്ക് വൈസ്ലി ആൻഡ് ചൂസ് വൈസ്ലി. ആൻഡ് താങ്ക് യു.